സൂര്യനെ നീ എന്തിനാണ് ഇങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നത്? ക്ഷമിക്കണേ, എന്റെ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ ഹബീബിനെ തൊട്ടിട്ടില്ല. തളില്ലുൽ വമാമ. ആകാശമേ, നീ ഗമനടിക്കേണ്ടതില്ല. നീ മുകളിലാണെന്ന ഗമ വേണ്ട. എന്റെ പള്ളയിലാണ് ഹബീബെന്ന് ഭൂമിയുടെ ഭാഷ. ഭൂമിയെ, നിനക്ക് മാത്രമുള്ളതല്ല ഹബീബ്. എന്റെ നടുവളഞ്ഞു പോയത് ആ ഹബീബിനോട് വിനയം കാണിച്ചിട്ടാണ്. ആകാശം പറയുന്നു അനുരാഗത്തിന്റെ ആദരണീയ ഭാഷ. ലോകം മുഴുവനും പറയുന്നു പ്രവാചക പ്രണയത്തിന്റെ പ്രമേയം. മനുഷ്യ, ഇതൊരു വികാരമായി വരട്ടെ, മദീനയോടുള്ള വികാരം. ഇവിടുള്ള സാദാത്തുക്കൾ മുഴുവനും ആ വികാരത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കാനുള്ള കണക്റ്റിംഗ് ടിഷ്യൂസാണ്, ബന്ധിപ്പിക്കാനുള്ള തലങ്ങളാണ്. നമ്മുടെ ഉസ്താദുമാര് മുഴുവനും സമ്മതം വാങ്ങിയത് മദീനയിൽ നിന്നാണ്. എനിക്ക് പറയാൻ അറിയില്ല ആത്മീയതയുടെ ഭാഷ എങ്ങനെ തെളിയിക്കണമെന്നറിയില്ല. ആത്മീയ ലോകത്തെ വിലാസം ഒന്നറിയാം. മർക്കസിന്റെ ഉയർച്ച, സാരഥികളുടെ വളർച്ച, സാധാത്തുക്കളുടെ സാന്നിധ്യം, ഇതെല്ലാം മദീനയിലെ രാജാവ് നോക്കി നടത്തുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പ്രവാചകന്മാരുടെ അനന്തരഗാമിയായ പണ്ഡിതൻ എന്താണ് ചെയ്യുന്നതെന്ന് നേതാവായ നബി നോക്കാതിരിക്കുമോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനോട് മദീനയിലെ രാജാവിന് സംവദിക്കാൻ തടസ്സമില്ലെങ്കിൽ ഭൂമിയുടെ മുകളിലിരിക്കുന്ന അനുയായിയോട് സംവദിക്കാൻ തടസ്സമുണ്ടോ? പ്രിയപ്പെട്ട മക്കളല്ല, എതിരാളികളാണ് ഖബറിലെങ്കിലും ഇതാരാണ്, എന്നെ അറിയോ എന്ന് ചോദിച്ചിട്ട് നേരിടാൻ ദൂരം പ്രശ്നമല്ല, ഭൂമി പ്രശ്നമല്ല, ഒരു തടസ്സവുമില്ലെങ്കിൽ ഇവിടെയുള്ള പേരമക്കളെ നോക്കാതിരിക്കുമോ ഹബീബ്? അപ്പോ ഒന്നെനിക്കറിയാം, നമ്മുടെ താജുൽ ഉലമയെ നോക്കുന്ന സയ്യിദാണ് മദീനയിലെ രാജാവ്. നമ്മുടെ ഖമറുൽ ഉലമയുടെ ചെയ്തികൾക്ക് ഒപ്പുവെച്ചു കൊടുക്കേണ്ട നേതാവാണ് മദീനയിലെ രാജാവ്. എന്റെയും നിങ്ങളുടെയും പ്രണയങ്ങൾ ആത്മബന്ധനത്തിന്റെ വരിഷ്ഠ തലത്തിൽ കിടന്ന് ഞെരിഞ്ഞു പിരിഞ്ഞ് ആത്മാർപ്പണം നടത്തപ്പെടേണ്ട മണ്ണാണ് മദീന. ആജ് നഹീ തോ കൽ ഹം മദീനെ ചൽ. ഇന്നല്ലെങ്കിൽ നാളെ ആ മദീനയിലെത്തണം. പറന്ന് പറന്ന് ചിറകൊടിഞ്ഞിട്ട് മദീനയിൽ വീണ് ബഖീയിൽ അടങ്ങണം. നടന്ന് കാലൊടിഞ്ഞിട്ട് മദീനയിൽ പോയി വീഴണം. അല്ല, എങ്ങനെയൊക്കെയാണോ അവിടെ ഒരിടം കിട്ടുക, അത് കിട്ടാനൊരു നിയോഗം വേണം. കാരണം എന്റെ ഹബീബ് ചുംബിച്ച മണ്ണ്, അതിലൊന്ന് ചുംബിച്ചു കിടക്കാനാണ് മോഹം. കാരണം എന്റെ ലോകത്തിന് കിട്ടുന്ന എല്ലാ നെഗറ്റീവും ഹബീബിന്റെ അടുക്കൽ ഉയർച്ചയാണ്. അക്ഷരാഭ്യാസമില്ലാത്തവൻ എന്നത് നമുക്ക് ന്യൂനതയാണ്. ഹബീബിന് വിലാസമാണ്. യതീമായി പോയി എന്നത് നമുക്ക് വിഷമമാണ്. ഹബീബിനത് അഡ്രസ്സാണ്. കാരണം ഹബീബ് യതീമായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഡയറക്റ്റ് തർബിയത്ത് കിട്ടുന്നത്. ആ അനുരാഗത്തിന്റെ ഹബീബിനെ ആത്മലയത്തിന്റെ മഹാപ്രപഞ്ചത്തിൽ നിന്ന് വരിഷ്ഠമായി ഏറ്റെടുത്ത് ചെല്ലാൻ. യാ സയ്യിദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമി നഹ്റുൻ അലാ നഹ്വി സ്വബാബതി ജാരി لك يا رسول الله في أعماقنا
قمم من الإجلال والإكرام. മുഅ്മിനീങ്ങളെല്ലാം ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അത് വാചകത്തിലല്ല, അത് കർമ്മത്തിലാകണം, അത് ഖൽബിലാകണം. അബൂ ജഅഫറുൽ ഖത്താനി റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും മദീനയിലെത്തുന്ന മഹാനാണ്. ഒരു വർഷം അപകടം പറ്റിയിട്ട് പോകാനായില്ല. കൂട്ടുകാരോട് പറഞ്ഞു, എനിക്ക് വരാൻ കഴിയുന്നില്ല. ഒരു കത്ത് കൊടുത്തു വിട്ടു മദീനയിലേക്ക്. വഴിയിൽ വെച്ച് കത്ത് നഷ്ടമായി പോയി. രാത്രിയായപ്പോൾ അബൂ ജഅഫറുൽ ഖത്താനി റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസലത്തിർ റുഖഅതു ഫഖദ് അദർനാക യാ അബാ ജഅഫർ. ഓ അബൂ ജഅഫറേ, കത്ത് കിട്ടിപ്പോയി, കാരണം അറിഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്കെന്തെങ്കിലും ഇൽമുള്ളത് കൊണ്ടല്ല, ഞാൻ മുതഅല്ലിമാണ്. പക്ഷേ ഹബീബിനെ കുറിച്ച് 2 വാചകം പറഞ്ഞിട്ട് രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിനെ കാണണേ. അബുൽ മവാഹിബ് ശാദുലി കണ്ടെന്ന് സൈനി ദഹ്ലാൻ പറയുന്നുണ്ട്. സുയൂത്തി ഇമാമി 70-ലേറെ തവണ കണ്ടെന്ന് ലആലിയിൽ പറയുന്നുണ്ട്. ഗസാലി ഇമാം തങ്ങള് കണ്ടെന്ന് മുർത്തദ സബീദി പറയുന്നുണ്ട്. യമനിൽ ഇരുന്ന് സലാം പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് സലാം മുടക്കിയെന്ന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ നൂനിയയുടെ ഐനിയയുടെ വ്യാഖ്യാനത്തിൽ ഹദറമി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊന്നും അർഹതയില്ലെങ്കിലും ഒരു തവണയെങ്കിലും ഹബീബിനെ കാണണം, ആ മുഖമൊന്ന് പരിചയപ്പെടണേ. ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ശാദുലി കണ്ടപ്പോ പറഞ്ഞു, രാത്രിയും പകലും 1000 വീതം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലേ, അതിന് സമ്മാനമാണ് ഈ കാഴ്ച. നാളെ ഹൗദുൽ കൗസർ തരാം, ഇന്നാ അഅതൈനാകൽ കൗസർ ഓതിയ ആളല്ലേ. ചെറുപ്പക്കാരെ, അന്യപെണ്ണിനെ കൽബിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. പെങ്ങന്മാരെ, വൃത്തികേടുകൾ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഹബീബിനെ സ്നേഹിക്കണം. സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി ഒന്ന് കിടന്നുറങ്ങണം. അതാ വരുന്നു, മൻ റആനി ഫിൽ നൗമി ഫഖദ് റഅൽ ഹഖ്ഖ, മൻ റആനി ഫിൽ മനാമി കഅന്നമാ റആനി ഫിൽ ലിഖ്ളാ, വമൻ റആനി ഫഖദ് റആനി ഫലാ യതമസ്സലു ശൈത്വാനു ബി. കണ്ടാൽ ഞാൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണില്ലെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യ മാത്രമാണ്. ഗസാലി ഇമാം അതിന്റെ ശൈലികൾ വിശദീകരിച്ചതാണ്. കണ്ട സംഭവം ഇമാമുകൾ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, തഫ്താസാനി ഇമാം കണ്ടില്ലേ? ലേഖനം എഴുതുന്നവരെ, അബുൽ ഖാസിമുർ റസാഇ തങ്ങളെ കണ്ടില്ലേ? പ്രസംഗിക്കുന്നവരെ, ഷഹറാനി ഇമാം തങ്ങളെ കണ്ടില്ലേ? ആരാധനയിലായി കഴിഞ്ഞുകൂടുന്ന സാധാരണക്കാരെ,
അബുൽ ഹസൻ ശാദുലി തങ്ങളെ കണ്ടില്ലേ? ഇമാമുകളായ ഇമാമുകൾ മുഴുവനും കണ്ടുപോയില്ലേ? അതുകൊണ്ട് എനിക്ക് കാണണം, നമുക്ക് കാണണം, മദീനയിലെ രാജാവിനെ അനുഭവിക്കണം. ഒരു തവണയെങ്കിലും ഹബീബിനെ അല്ല പലതവണ കണ്ടിട്ട് പരിചയം വെച്ചിട്ട് മരിക്കണം. നാളെ ഖബറിൽ ചെല്ലുമ്പോ ഹബീബിനെ കാണുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കണം. ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖബർ കുഴിക്കുമ്പോ നിൽക്കാൻ ആഴമുള്ള ഖബർ കുഴിക്കണം. കാരണം ഹബീബിനെ കാണുമ്പോ നിൽക്കാനാണ്. അതുപോലെ റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കണം. ഇനി എന്റെയും നിങ്ങളുടെയും കൽബിലേക്ക് രാജാവ് വരണം. അതുകൊണ്ട് എല്ലാ അവയവങ്ങളും തെറ്റിൽ നിന്ന് സൂക്ഷിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എനിക്ക് മരിക്കണമെന്ന ബോധം വേണം, നമുക്ക് മരിക്കണമെന്ന വിചാരമുണ്ടാകണം. പെങ്ങളെ വൃത്തികേടിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കണം. നഫീസത്തുൽ മിസ്രിയ റസൂലുള്ളാഹി തങ്ങളെ കണ്ടതുപോലെ കാണണം. റാബിയ റളിയല്ലാഹു അൻഹ കണ്ടതുപോലെ കാണണം. സഫിയ റളിയല്ലാഹു അൻഹ അറിഞ്ഞതുപോലെ അറിയണം. അവസാനമാ ഹബീബിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് റംലി ഇമാം പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളിൽ പെട്ടെന്ന് മരിക്കണേ. ക്ഷമിക്കണേ, ഒരു 2 മിനിറ്റ് ഹബീബിന്റെ കൂടെ പോകാൻ നമുക്കർഹതയില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരുമോ? ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വിട്ടു നിൽക്കുമോ? റബീഅ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുമോ? സെയ്ദ് ബിൻ ഹാരിസ മാറി നിൽക്കുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ ചെരുപ്പ് വിട്ടുതരുമോ? റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം കൈമാറി തരുമോ? അബൂ ഹുറൈറ തങ്ങൾ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ തരുമോ? അങ്ങനെ എല്ലാ മുഹിബ്ബീങ്ങളും അവരവരുടെ റോളിൽ തന്നെ നാളെ നിൽക്കുമ്പോ എനിക്കിടമെവിടെ? നമുക്ക് സ്ഥാനമെവിടെ? തട്ടി അവസാനം ഉമറുൽ ഖാലി തങ്ങളും കടക്കുമ്പോ മുദ്ദാഹി ത്വഹാലാഹിഖ ഒന്ന് മണൽ തരിയായി സ്വർഗത്തിലൊന്ന് കയറി കിട്ടണം. ഹബീബ് ചവിട്ടിയത് കൊണ്ട് പുണ്യമുള്ള മണ്ണാണെന്ന നിലക്ക് സ്ഥാനം ലഭിക്കണമെന്നല്ലാതെ ആശിക്കാനിടമില്ല. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ നലൂദു ബിഹി عند حلول للهادي الأمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم لك الحمد يا الله لك الحمد